എൻ്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ. മാർച്ച് 12, 1937. കഠിനവും ദുഷ്കരവുമായ പാതയിലൂടെ കർത്താവ് നയിക്കുന്ന ഒരു പ്രത്യേക പുരോഹിതൻ്റെ ഫാദർ സൊപ്പോച്കോ ആയിരിക്കാം. ബുദ്ധിമുട്ടുകൾ ഞാൻ കണ്ടു. എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളുടെ ഫലം സജീവമായിരുന്നു. ഇപ്രകാരം ഏറ്റവും വലിയ പീഡനത്തിൻ്റെ ഇടയിലും അവിടുത്തെ സ്നേഹിക്കാൻ സന്നദ്ധരായ ധാരാളം ആത്മാക്കളെ ദൈവം നമുക്ക് നൽകട്ടെ. മരണാസന്നനായ ഒരാത്മാവ് എത്രമാത്രം തീക്ഷ്ണമായി പ്രാർത്ഥന ആഗ്രഹിക്കുന്നുവെന്ന് ഇന്ന് ഞാൻ മനസ്സിലാക്കി. അവൾ മരിച്ചുവെന്ന് അറിയുന്നതുവരെ ഞാൻ പ്രാർത്ഥിച്ചു. ഓ മരണാസന്നരായ ആത്മാക്കൾക്ക് പ്രാർത്ഥന എത്രമാത്രം ആവശ്യമാണ്. ഓ ഈശോയെ, മരണാസന്നർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആത്മാക്കളെ പ്രചോദിപ്പിക്കണമേ. മാർച്ച് 15, 1937. ഇന്ന് കർത്താവ് ഈശോയുടെ പീഡാസഹനത്തിൻ്റെ കയ്പ് ഞാൻ അനുഭവിച്ചു. തീർത്തും ആത്മീയമായ വിധത്തിലാണ് ഞാൻ സഹിച്ചത്. പാപം എത്ര ഭയാനകമാണെന്ന് ഞാൻ അറിഞ്ഞു. പാപത്തിൻ്റെ ബീഭത്സത മുഴുവൻ കർത്താവ് എനിക്ക് മനസ്സിലാക്കി തന്നു. ചെറിയ പാപം പോലും എത്ര ഭയാനകമാണെന്നും അത് ഈശോയുടെ ആത്മാവിനെ എത്രമാത്രം പീഡിപ്പിക്കുന്നുവെന്നും എൻ്റെ ആത്മാവിൻ്റെ ആഴങ്ങളിൽ ഞാൻ മനസ്സിലാക്കി. ഏറ്റവും ലഘുവായ പാപം ചെയ്യുന്നതിനേക്കാൾ 1000 തവണ നരകയാതന അനുഭവിക്കാനും ഞാൻ തയ്യാറായിരുന്നു. കർത്താവ് എന്നോട് പറഞ്ഞു, എന്നെ തന്നെ ആത്മാക്കൾക്ക് കൊടുക്കുവാനും എൻ്റെ സ്നേഹം കൊണ്ട് അവരെ നിറയ്ക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ചുരുക്കം ചിലർ മാത്രമേ അവർക്കായി എൻ്റെ സ്നേഹം നൽകുന്ന എല്ലാ കൃപകളും സ്വീകരിക്കുന്നുള്ളൂ. എൻ്റെ കൃപകൾ നഷ്ടപ്പെട്ടു പോകുന്നില്ല. ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആത്മാവ് അത് സ്വീകരിക്കുന്നില്ലെങ്കിൽ മറ്റൊരാത്മാവ് അതെടുക്കുന്നു. പലപ്പോഴും ചില വ്യക്തികൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായി തോന്നാറുണ്ട്. എൻ്റെ ആത്മാവിൽ പെട്ടെന്ന് ഞാനിത് അനുഭവിക്കുകയാണ്. ആരാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതെന്ന് എപ്പോഴും എനിക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല. ഞാനുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും അസ്വസ്ഥതയുണ്ടെങ്കിൽ ആ വ്യക്തി എന്നിൽ നിന്ന് വിദൂരത്താണെങ്കിലും എനിക്കത് അറിയാൻ സാധിക്കും. മാർച്ച് 18, 1937. കർത്താവുമായി ഉറ്റ ബന്ധവും ഐക്യവും എന്നിൽ വരുത്തുന്ന പ്രത്യേക കൃപ ലഭിച്ചതായി എനിക്ക് മനസ്സിലായി. ഒരു ആന്തരിക വെളിച്ചം വഴിയാണ് അവിടുന്ന് എനിക്കത് വെളിപ്പെടുത്തി തന്നത്. അവിടുത്തെ മഹത്വത്തെയും പരിശുദ്ധിയെയും കുറിച്ച് എത്ര കാരുണ്യത്തോടെ അവിടുന്ന് എന്നിലേക്ക് താഴ്ന്നു വരുന്നുവെന്നും മനസ്സിലാക്കാൻ അവിടുന്ന് എന്നെ അനുവദിക്കുന്നു. എന്നോടുള്ള അവിടുത്തെ സ്നേഹത്തെപ്പറ്റിയും എല്ലാത്തിൻ്റെ മേലും അവിടുത്തേക്കുള്ള ആധിപത്യത്തെക്കുറിച്ചും പ്രകൃതിയുടെ എല്ലാ നിയമങ്ങളെയും അതിലംഘിച്ചുകൊണ്ട് ഒരാത്മാവിലേക്ക് അവിടുന്ന് തന്നെ നൽകുന്നതിനെക്കുറിച്ചുമുള്ള അപൂർവമായ അറിവ് എനിക്ക് നൽകി. അവിടുത്തെ ഹിതപ്രകാരം അവിടുന്ന് പ്രവർത്തിക്കുന്നു. ബാഹ്യമായ അടയാളങ്ങളൊന്നുമില്ലാത്ത ഒരാത്മാവിൻ്റെ ദൈവവുമായുള്ള ആത്മീയ വിവാഹത്തെ ഞാൻ മനസ്സിലാക്കുന്നു. അത് ദൈവവും ആത്മാവുമായുള്ള പൂർണ്ണമായും ആന്തരികമായ ഒരു പ്രവൃത്തിയാണ്. ദൈവസ്നേഹത്താൽ എരിയുന്ന കേന്ദ്രബിന്ദുവിലേക്ക് ഈ കൃപ എന്നെ അടുപ്പിക്കുന്നു. അവിടുത്തെ ത്രിതൈക രഹസ്യവും അവിടുത്തെ സത്തയുടെ ഏകത്വവും എന്നെ മനസ്സിലാക്കി തന്നു. ഈ കൃപ മറ്റെല്ലാ കൃപകളിലും നിന്ന് വ്യത്യസ്തമാണ്. അതിൻ്റെ ഒരു നിഴൽ പോലും വർണ്ണിക്കാൻ എൻ്റെ അപൂർണമായ വിവരണത്തിന് പറ്റാത്ത വിധം അത് തീർത്തും ആത്മീയമാണ്. ജീവിച്ചിരിക്കുന്നില്ലാത്ത വിധം ഒരു രഹസ്യ ജീവിതം നയിക്കണമെന്ന് ഞാൻ തീവ്രമായി ആശിക്കുന്നു. ഈശോയുടെ തിരുഹിതത്തിന് മാത്രം കണ്ടെത്താൻ കഴിയും വിധം അത്ര ആഴമായി മറിഞ്ഞിരിക്കണമെന്ന അസാധാരണമായ ഒരു ഉൾപ്രേരണ എനിക്ക് അനുഭവപ്പെടുന്നു. ഈശോയ്ക്ക് വിശ്രമിക്കാനുള്ള പ്രശാന്തമായ ഒരു ചെറിയ വാസസ്ഥലമായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പ്രിയതമനെ ഉണർത്തുന്ന ഒന്നിനെയും ഞാൻ അവിടെ പ്രവേശിപ്പിക്കുകയില്ല. എൻ്റെ മണവാളനോടൊത്ത് നിരന്തരമായും പ്രത്യേകമായും ബന്ധപ്പെടാൻ എൻ്റെ ഈ ഒളിത്താവളം എനിക്ക് അവസരം നൽകുന്നു. അവിടുത്തേക്ക് പ്രീതികരമായ വിധത്തിൽ മാത്രമാണ് മറ്റു സൃഷ്ടികളുമായി ഞാൻ ബന്ധപ്പെടുന്നത്. എൻ്റെ ഹൃദയം പൂർണ്ണ ശക്തിയോടെ കർത്താവിനെ സ്നേഹിക്കുന്നു. ഞാൻ മറ്റൊരു സ്നേഹവും അറിയുന്നില്ല. എന്തെന്നാൽ തുടക്കം മുതലേ എൻ്റെ ആത്മാവ് അതിൻ്റെ ഏകനിധി എന്ന പോലെ കർത്താവിൽ ആഴമായി നിമഗ്നമായിരിക്കുന്നു. ബാഹ്യമായി ഞാൻ വളരെ സഹനങ്ങളും പ്രതികൂലങ്ങളും അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഒരു നിമിഷ നേരത്തേക്ക് പോലും ആന്തരിക ജീവിതത്തെ കുറയ്ക്കുകയോ ആന്തരികമായ നിശബ്ദത ഭഞ്ജിക്കുകയോ ചെയ്യുന്നില്ല. സൃഷ്ടികളാൽ കൈവിടപ്പെടുന്നതിൽ എനിക്കൊട്ടും ഭയമില്ല. കാരണം എല്ലാവരും എന്നെ ഉപേക്ഷിച്ചാലും ഞാൻ ഏകയായിരിക്കുകയില്ല. എന്തെന്നാൽ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. കർത്താവ് ഒളിഞ്ഞിരുന്നാലും അവിടുത്തെ കണ്ടെത്തേണ്ടതെങ്ങനെയെന്നു സ്നേഹത്തിനറിയാം. കാരണം സ്നേഹത്തിന് വാതിലോ കാവൽക്കാരോ പ്രശ്നമല്ല. കത്തിജ്വലിക്കുന്ന വാളോടുകൂടിയ സൂക്ഷ്മദൃഷ്ടിയുള്ള കെരൂബിന് പോലും സ്നേഹത്തെ തടസ്സപ്പെടുത്താൻ സാധ്യമല്ല.
വിജനതയിലും ചുട്ടുപൊള്ളുന്ന ചൂടിലും കൊടുങ്കാറ്റിലും ഇടിമുഴക്കത്തിലും അന്ധകാരത്തിലും അത് തൻ്റെ വഴി കണ്ടെത്തി തൻ്റെ ഉത്ഭവസ്ഥാനത്തെത്തി അവിടെ എന്നേക്കുമായി വിലയം പ്രാപിക്കും. എല്ലാം അവസാനിക്കുന്നു, എന്നാൽ സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. ഇന്നെനിക്ക് കുറച്ച് ഓറഞ്ച് ലഭിച്ചു. സഹോദരി പോയപ്പോൾ ഞാൻ ഇപ്രകാരം ചിന്തിച്ചു: വിശുദ്ധ നോമ്പിൽ പ്രായശ്ചിത്തത്തിനും പരിത്യാഗത്തിനും പകരമായി ഞാൻ ഈ ഓറഞ്ചുകൾ കഴിക്കാതിരുന്നാലോ? എന്തായാലും എനിക്ക് അല്പം സുഖം തോന്നുന്നുണ്ടല്ലോ. അപ്പോൾ എൻ്റെ അന്തരാത്മാവിൽ ഞാൻ ഈ സ്വരം കേട്ടു: എൻ്റെ മകളെ, നിന്റെ ഇഷ്ടപ്രകാരം ഉപവസിക്കുന്നതിലും പരിത്യാഗം ചെയ്യുന്നതിലും ഉപരിയായി എന്നോടുള്ള സ്നേഹത്താലും അനുസരണയുടെ കീഴിലും ഈ ഓറഞ്ചുകൾ കഴിക്കുന്നതാണ് എന്നെ കൂടുതൽ പ്രീതിപ്പെടുത്തുന്നത്. എന്നെ വളരെ സ്നേഹിക്കുന്ന ആത്മാവ് എൻ്റെ ഹിതപ്രകാരം ജീവിക്കണം. ഞാൻ നിന്റെ ഹൃദയം അറിയുന്നു. എൻ്റെ സ്നേഹത്തിന് മാത്രമേ അതിനെ തൃപ്തിപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ എന്നും ഞാൻ അറിയുന്നു. കർത്താവിനെ കൂടാതെ എങ്ങനെ ജീവിക്കുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഈ ഏകാന്തതയിൽ പലപ്പോഴും ഈശോ എന്നെ സന്ദർശിക്കുന്നു, എന്നെ പഠിപ്പിക്കുന്നു, ധൈര്യപ്പെടുത്തുന്നു, കുറ്റപ്പെടുത്തുന്നു, ഉപദേശിക്കുന്നു. എന്നാൽ എപ്പോഴും വലിയ ദയയോടും കരുണയോടും കൂടെ അവിടുന്ന് തന്നെ തൻ്റെ തിരുഹിതത്തിനനുസരിച്ചും തിരുവിഷ്ടപ്രകാരവും എൻ്റെ ഹൃദയത്തെ രൂപപ്പെടുത്തുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ ഒന്നായി ഉരുകിച്ചേർന്നിരിക്കുന്നു.